വായന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ആദ്യം പ്രാർത്ഥന. ജൂൺ 19 കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സ്ഥാപകനായിരുന്ന ടി.എൻ. പണിക്കരുടെ ജന്മദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്. പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ശ്രീമതി പൗർണമി വിനോദ് ടീച്ചറാണ്. നല്ലൊരു പ്രസിദ്ധയായ എഴുത്തുകാരിയും ആധ്യാത്മികവുമാണ്. ധാരാളം കവിതകളും കഥകളും എഴുതിയിട്ടുണ്ട്. ജൂൺ 19 മുതൽ ജൂലൈ 7 വരെയാണ് ഔദ്യോഗികമായിട്ടും കേരളത്തിൽ വിവിധ സംഘടനകളുടെയും സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെയൊക്കെ തന്നെ സഹായത്തോടും സഹകരണത്തോടും കൂടി ഈ വായന പക്ഷാചരണ പരിപാടികൾ നടക്കുന്നത്. നമുക്കെല്ലാം അറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. എന്താണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത? വായനാ ദിനമാണ് അല്ലെ? അപ്പോ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിരുന്ന ടി.എൻ. പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. എല്ലാവർക്കും അറിയാതെ അല്ലെ? എല്ലാ വർഷവും നമ്മൾ ആചരിക്കുന്നതാണ്. അപ്പോ ഇന്നു മുതൽ നിങ്ങൾ വായനയ്ക്ക് തുടക്കമിട്ടു. ഇന്നു മുതലാണോ തുടക്കമിട്ടത്? ഇതിൽ ഒരുപാട് പേര് വായനക്കാരില്ലേ? ഒരു പുതിയ ലോകം തുറന്നു കിട്ടുന്നു. അപ്പോ ഒരു സ്കൂളാണ്. ആ സ്കൂളിലെ വിട്ടുകേര് ഇനിയും എന്താണ് കൊടുങ്ങല്ലൂർ ഉപജില്ലയിലോ ജില്ലയിലോ സംസ്ഥാനത്തൊക്കെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണണം അല്ലേ? അപ്പൊ എല്ലാവർക്കും അതിനുള്ള ആശംസകള്. എല്ലാവരും നല്ല വായനക്കാരാകുക. എല്ലാവർക്കും സുന്ദരമായ വായനാ ദിനാശംസകൾ. ഓക്കെ. മനോഹരമായ ക്ലാസ് സമ്മാനിച്ച പൗർണമി ടീച്ചർക്ക് ഞങ്ങൾ IMU സ്കൂളിൽ ഞങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ച ജാസ്മിൻ ടീച്ചർക്ക് PTA എല്ലാ അധ്യാപകർക്കും നന്ദി പറയുന്നു. ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് ഉയർത്തിയ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. വിദ്യാർത്ഥികളായ നമ്മുടെ കടമയാണ് അറിവ് നേടുക എന്നത്. അതിൽ ഏറ്റവും പ്രധാന മാർഗം വായനയാണ്. ഈ വായനാ ദിനം പതിപ്പ് സെവനയിലെ വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ സരിത പൈക്കാട്ടി വിദ്യാർത്ഥികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു.